ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അറവുകാട് ശ്രീദേവി ക്ഷേത്രത്തിൽ പൂര മഹോത്സവമാണ്. ഇന്ന് 10ാം ഉത്സവമാണ്. അപ്പം നമുക്ക് പൂരം കൂടാനായിട്ട് പോയാലോ. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മളങ്ങനെ ക്ഷേത്രത്തിനകത്തോട്ട് നടക്കുകയാണ്. കയറുമ്പോൾ തന്നെ ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട്. ഇതുപോലെ ബലൂണുകൾ, കടക്കാരും കുറേ ടോയ്സും ഐസ്ക്രീമും അങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ കടകളൊക്കെ ഇങ്ങനെ നോക്കി അതൊക്കെ നടന്നു പോവാം. അപ്പം വലിയ തിരക്ക് തോന്നുന്നില്ല. നമുക്കകത്തേക്ക് കയറി നോക്കാം. വേറെ ഒരു ഭാഗത്ത് ഇന്ന് നടക്കുവാൻ പോകും നാലാട്ട് കർമ്മങ്ങളുടെ തിരയിളക്കം. ഓരോരുത്തരും എന്തെന്നില്ലാത്ത ഒരു ആവേശത്തെ ആത്മാവിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഉത്സവത്തെ നെഞ്ചിനേടുക. തങ്ങളാൽ കഴിയുന്നതെന്തും ആരാധകരായ ഇഷ്ടദേവതയായ ഭക്തകമ്മയ്ക്ക് സമർപ്പിക്കുവാനുള്ള ഉത്കടമായ ഒരു സംഘാടനത്തോടെ എത്തുന്നു. ആയിരം ഭക്തജനങ്ങൾ അളവുകാവിന്റെ മത്സരത്തിലേക്ക് ഈ നീണ്ടമാസം ആവേശത്താൽ കൂടുതൽ അടുത്തേക്ക് വന്ന നിൽക്കുകയാണെങ്കിൽ തിരുവിടുന്ന വഴിപാടിൽ സംബന്ധിക്കുന്നവർ ദേവിയും പത്തിക്കും സൗകര്യം ചെയ്തു കൊടുക്കുവാൻ ഞങ്ങൾ ബാധ്യസ്ഥര. ശരീരമാസകലം ശക്തി ചൈതന്യം പകരുകയാണ് ഭഗവതി. തേജോബല വീര്യവും ധൈര്യവും പ്രധാനം. അംഗീകരിച്ച് ഉത്സവ പരിപാടികളുടെയും സുഗമമായ നിർവഹണത്തിനായി ജില്ലകളിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ഏതെല്ലാം സീസണുകളിൽ തന്നെ മോഷണമില്ല നിർവഹിക്കണമെന്ന കാലയുടെ നിശ്ചയിത്താണ് അവരുടെ കലണ്ടർ തയ്യാറാക്കുമ്പോൾ കേരളത്തിലെ ഉത്സവകാലം അടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ വീടെല്ലാം കൂട്ടിക്കെട്ടി വന്ന വൃദ്ധജനങ്ങളെയും വീട് ഏൽപ്പിച്ചിട്ടുള്ളത് വണ്ടി കയറുന്നത് കേരള സംസ്ഥാനത്തിന്റെ ഉത്സവ പദ്ധതികളെ ചുരുക്കിയാണ്. വലിയ വലിയ പാലങ്ങളുടെ അടിഭാഗത്തും കുട്ടിക്കാലുകളുമൊക്കെ കമ്പടിക്കുന്ന യുവതകൾ രാത്രിയായാലും പകലായാലും ഉയർന്നിരിക്കുന്നത് മോഷണം ലക്ഷ്യമിട്ടുകൊണ്ടാണ്. കൈയോട്ടക്കാരായും പത്രം വിൽപ്പനക്കാരായും പല தமிழ்நாட்டில் நிന്നും வந்துள்ள ஜனங்களோட கவனத்துக்கு உங்கள் எல்லோருக்கும் க்ஷேத்திரத்தின் சார்பாக இவை யார் செய்தாலும் தண்டனைக்குரியதாகும். காவல்துறையும் வாலண்டியர்ஸும் கொடுக்கும் நிர்தேசங்கள் உங்கள் எல்லோரும் கண்டிப்பாக கடைபிடிக்க வேண்டுகிறோம். ஆமா, ഈ തിരുവനന്തപുരത്തെത്തുമ്പോൾ ഇക്കൊല്ലത്തെ ആദ്യ വിശേഷത്തിന്റെ പ്രസ്തുതി ഇറങ്ങി.
രാജ്യം